തിരുവനന്തപുരത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. വിഷ്ണു കരുണാകരൻ ഉണ്ട് നമ്മളോടൊപ്പം. വിഷ്ണു, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന എല്ലാ വർഷവും വലിയ പ്രത്യേകതയുള്ളത് തന്നെയാണ്. വളരെ ആളുകൾ, അത്രത്തോളം തിരക്കുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലാണ്. സാധാരണഗതിയിൽ ഇന്ന് റോഡിലൊക്കെ തിരക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവധിയായതുകൊണ്ട് തന്നെ എല്ലാവരും ഓണത്തിന്റെ ഒരു ആവേശത്തിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പച്ചക്കറി മാർക്കറ്റിലേക്കാണെന്ന് വന്നത്. അതായത് ഈ തിരുവനന്തപുരം സിറ്റി പരിധിയിൽ അല്ലെങ്കിൽ കുറച്ച് പുറത്തുനിന്നുള്ളവരായാലും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് ചാല മാർക്കറ്റ്. ഇവിടെ പച്ചക്കറികൾക്കൊക്കെ വലിയ ഡിമാൻഡാണ് എല്ലാ കാലത്തും. അതിന് ഓണം വരണമെന്നില്ല, ഓരോ ദിവസവും നല്ല തിരക്കുള്ളതാണ്. അങ്ങനെ ഈ തിരക്കിൽ ഇപ്പോൾ ആളുകൾ നമ്മൾ കാണുമ്പോൾ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആളുകൾ സാധാരണഗതിയേക്കാൾ തിരക്ക് കുറവ് എന്നാണ് പറയുന്നത്. സാധാരണ ഒരു പതിവ് തിരുവോണത്തിന് മുൻപുള്ള ആ ഉത്രാടപ്പാച്ചിൽ ഇങ്ങനെയല്ല, അത് വലിയ തിരക്കാണെന്നാണ് ഇവിടെ വ്യാപാരികളെല്ലാം പറയുന്നത്. ആ ഒരു തിരക്കുള്ള ദിവസമാണ് ആവേണ്ടതായിരുന്നിട്ടും ഇന്ന് തിരക്കൽപ്പം കുറവാണ്. അതോടൊപ്പം തന്നെ പച്ചക്കറികൾക്ക് വിലക്കുറവുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഓണം ഇങ്ങെത്തിക്കഴിഞ്ഞാൽ പച്ചക്കറിക്കെല്ലാം നല്ല വിലയാണ്. നമുക്ക് ഇവിടെ തന്നെ വ്യാപാരികളോട് തന്നെ ചോദിച്ചു നോക്കാം. പച്ചക്കറിക്ക് വില കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടിയൊക്കെ വളരെ വില കുറവാണ് ഈ പ്രാവശ്യം. ആൾക്കാരില്ല, കാണുന്നില്ല, തിരക്ക് കുറവാണ്. തിരക്ക് കുറവ്. കഴിഞ്ഞ പ്രാവശ്യം തിരക്കുണ്ടായിരുന്നു, ഇതിൽ നിന്ന് വില കൂടുതലായിരുന്നു. സാധനങ്ങൾ വലിയ വിലയായിരുന്നു. അതിന് പകുതി വിലയുള്ളൂ ഈ പ്രാവശ്യം. അതിന് അല്പ സ്വപ്പ കഴിഞ്ഞ 30-35 രൂപ വിറ്റ സാധനം ഇപ്പൊ 40 രൂപ അത്രേ ഉള്ളൂ. അതെ, ചെറിയ ആള് വരുന്നില്ല. രാവിലെ ഇതുപോലെ തന്നെ. ശ്രുതി, കേൾക്കാമല്ലോ, ഈ വില കുറയുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. വില കുറഞ്ഞിട്ടുണ്ട്. അതായത് സാധാരണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളേക്കാൾ വളരെ അല്പം ചെറിയ രീതിയിൽ മാത്രമാണ് വില കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, സാധാരണഗതിയിലുള്ളതിനെ പോലെ അത്രത്തോളം ആളുകൾ ഇവിടെ എത്തുന്നില്ല. തിരക്ക് സാധാരണ തിരുവോണത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഈ ഉത്രാടപ്പാച്ചിലിൽ ഒരു സ്ഥലത്തേക്കും നടന്നു വരാനോ ഒന്ന് നിൽക്കാനോ ഈ സ്ഥലത്തേക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, നിറയെ വസ്തുക്കൾ വിൽക്കാനുണ്ട്, പച്ചക്കറികളെല്ലാം നിറയെ വിൽക്കാനുണ്ട്. ആ ഒരു സ്ഥലത്തും ഇപ്പോൾ ആളുകളാണ് കുറവ്. അത് കൂടുതൽ വ്യാപാരികൾ നിറയുണ്ട് എന്നുള്ള അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു വിഷ്ണു, ഈ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. തിരക്ക് കുറവാണ്. അല്ലല്ല, ഇവിടെ ഈ പണിയൊക്കെ ആയതുകൊണ്ട് കുറവാണ്, തിരക്കില്ല. കഴിഞ്ഞ ആഴ്ച അത് അതിനൊക്കെ ഇച്ചിരി ഒക്കെ ഉണ്ട്. എന്നാലും അത് ഓണത്തിന്റെ അത്ര തിരക്കില്ല. നൈറ്റൊക്കെയാണ് നേരത്തെ ഓണക്കച്ചവടം. ഇപ്പൊ അതൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ അത് കുറവാ, വളരെ കുറവാണ്. കുറച്ചുകൂടെ കുറവ്. വില എല്ലാം വല്ലാതെ കുറവാണ്. ശ്രുതി, പച്ചക്കറിക്കെല്ലാം വളരെ വിലക്കുറവ് തന്നെയാണ്. വ്യാപാരികളെല്ലാം പറയുന്നത് അത് തന്നെയാണ്. ഈ വില കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് പോലും ആളുകൾ എത്തുന്നില്ല. കൂടുതൽ ആളുകൾ എത്തേണ്ടതാണ്. ഈ സാധാരണ ചാല മാർക്കറ്റ് പലപ്പോഴൊക്കെ ഞാൻ വന്ന് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങാനായി എത്തുന്നതാണ്. ഇങ്ങനെ വരുമ്പോഴൊക്കെയും ഈ ഒരു തിരക്കല്ല കാണുന്നത്. നിറയെ ആളുകളാണ്. നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത് ഓണ സീസൺ അല്ല, സാധാരണ പൊതുവെയുള്ള കാര്യമാണ് പറയുന്നത്. എന്നിട്ടും ഇന്ന് അതിന് മാത്രമുള്ള ഒരു തിരക്കില്ല. അപ്പോൾ ആളുകൾ സാധനം വാങ്ങി എത്തുന്നുണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിച്ചു നോക്കുമ്പോൾ തന്നെ ഇനി അറിയാം. ആളുകളൊക്കെ അത് വാങ്ങി തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഓരോരുത്തരായി നടന്നു പോവുകയാണ്. നമുക്കറിയാം, ഈ കേരള ഇത്തവണത്തെ ഓണം പലയിടത്തും ഓണത്തിന് ഓണാഘോഷങ്ങൾക്കൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ കരകയറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആവാം പലരും ആഘോഷങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ അതായിരിക്കാം ഇത്തവണ ഇതുവരെ ഇല്ലാത്തൊരു വിലക്കുറവൊക്കെ കാണാൻ കഴിയുന്നതല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സാഹചര്യം നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആളുകൾക്കൊക്കെ തിരക്കാണ്. സാധാരണ മുൻപുള്ളതുപോലെയൊന്നുമല്ല. എല്ലാവരും ജോലി തിരക്ക് പോലും ഉള്ള സമയമാണ് ഈ ഓണക്കാലം. പണ്ടുള്ള പോലെ ഓണക്കാലത്ത് ആഘോഷിക്കാനുള്ള സാഹചര്യവും സമയവും ഒന്നും കിട്ടുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ പോലും ആളുകൾ ഇപ്പോൾ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു തിരക്ക് പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് 3-4 വർഷങ്ങൾ കൊണ്ടുണ്ടായ ഒരു ട്രെൻഡാണ്. അതിന്റെ ഭാഗമായും ആളുകൾ കുറഞ്ഞു വരുന്നു. ഇവിടെ വാങ്ങാനായി ആളുകൾ എത്തുന്നത് വളരെ കുറവാണ്. ചേട്ടാ, സാധനം വില കൂടുതലാണ്. കൂടുതലാണ്. നേരത്തെ വാങ്ങിയത് കൊണ്ട് അല്പം വില കുറച്ച് കിട്ടി. ഇന്ന് ഭയങ്കര വിലയാണ്. ഇതൊക്കെ 100 രൂപയാണ്. ഇത് ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ. 100 രൂപ കുറഞ്ഞ് ചെറുതില്ല, ചെറിയ പൈനാപ്പിളൊന്നുമില്ല. വാങ്ങുന്ന ആളുകൾക്ക് അത്യാവശ്യത്തിന് വിലക്കുറവെന്ന് പറയുമ്പോഴും
അത്യാവശ്യത്തിന് ചെറിയ സാധനങ്ങൾ ചോദിച്ചു വരും. ഇപ്പോൾ പൈനാപ്പിളൊക്കെ വലിയ പൈനാപ്പിളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്നില്ല, അത് വില കൂടുതലായി വരുന്നു എന്നൊക്കെ ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു വരികയാണ്. എന്തായാലും ആളുകളൊക്കെ വിഷ്ണു, ഞാൻ വിഷ്ണുവിലേക്ക് തിരിച്ചെത്താം. വിഷ്ണു,